കൂട്ടിയിട്ടാണ് ഈ കറി വെക്കുന്നത്. ഈ കറി ഒന്നുകിൽ നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം, അല്ലെങ്കിൽ നല്ല ചൂടോടുകൂടി സൂപ്പ് പോലെ കുടിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തേക്കണ 4 കൂട്ടം പരിപ്പ്, തൂവരപ്പരിപ്പ് എടുത്തിട്ടുണ്ട്, ചെറുപരിപ്പ്, ചെറുപയറ്, കടലപ്പരിപ്പ്. ഇങ്ങനെ 4 കൂട്ടം പരിപ്പും ഓരോ പരിപ്പും 2 പിടി വീതമാണ് എടുത്തേക്കുന്നത്. പിന്നെ ഒരു വലിയൊരു സവോള ചോപ്പ് ചെയ്തെടുത്തത്, ഒരു 10 വലിയ വെളുത്തുള്ളി ചോപ്പ് ചെയ്തെടുത്തത്, ഒരു വലിയ കഷ്ണം ഇഞ്ചി ചോപ്പ് ചെയ്തെടുത്തത്, പിന്നെ പച്ചമുളക്. പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കാം. പരിപ്പിന്റെ കറിയൊക്കെ വെക്കുമ്പോൾ വെളുത്തുള്ളിയൊക്കെ ചതച്ച് ചേർക്കുന്നതിനേക്കാളും എപ്പോഴും ടേസ്റ്റ് ഉണ്ടാവുക ഇതേപോലെ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് ചേർക്കുമ്പോഴാണ്. പിന്നെ 2 വലിയ തക്കാളി ചോപ്പ് ചെയ്തെടുത്തത്, പിന്നെ ഞാനിവിടെ കുറച്ച് വാളംപുളിയുടെ വെള്ളം എടുത്തിട്ടുണ്ട്. ഈ കറിയിലേക്ക് നമ്മൾ പുളിക്ക് വേണ്ടിയിട്ട് തക്കാളിയും ചേർക്കുന്നുണ്ട്, വാളംപുളിയുടെ വെള്ളവും ചേർക്കുന്നുണ്ട്. തക്കാളി മാത്രം ചേർത്തിട്ടുണ്ടെങ്കിൽ കറിക്ക് അത്രയ്ക്ക് പുളി കിട്ടില്ല. അപ്പോൾ അവിടെ പുളിക്കനുസരിച്ചിട്ട് വാളംപുളി കൂടിയും ചേർക്കാം. ഇനി 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ മല്ലിയില, ഉണക്കമുളക്, 1 ടേബിൾ സ്പൂൺ ജീരകം, 1 ടേബിൾ സ്പൂൺ കടുക്, പിന്നെ സാമ്പാർ പൊടി. സാമ്പാർ പൊടി ഉണ്ടാക്കുന്ന വീഡിയോ എങ്ങനെയാണ് ഇതിനു മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സാമ്പാറിൻ്റെ പൊടിയൊക്കെ കടയിൽ നിന്ന് വാങ്ങാണ്ട് വീട്ടിൽ ഫ്രഷ് ആയിട്ടുണ്ടാകാം. ഈ സാമ്പാറിൻ്റെ പൊടിയൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് കറിയിലേക്ക് ചേർക്കാം. ആദ്യം കുറച്ച് ചേർക്കാം, അതിൻ്റെ പിന്നെ ടേസ്റ്റ് നോക്കിയിട്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ രണ്ടാമതും ചേർക്കാം. പിന്നെ നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം പറയാണ്ടായിരുന്നു. എൻ്റെ അടുത്ത് പലരും പറയാറുണ്ട് നിങ്ങളുടെ വീഡിയോയ്ക്ക് ആ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് ഇംഗ്ലീഷിൽ എഴുതി കാണിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ആ ഇൻഗ്രീഡിയൻസ് നോക്കിയിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും, മലയാളം അറിയാത്തവർ. അതാണ് ഇപ്പോൾ കുറേ മെയിലായി എനിക്ക് വരുന്നത്. അത് ഞാനതങ്ങനെ ചെയ്യാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഇൻഗ്രീഡിയൻസ് മാത്രം നോക്കിയെടുത്തിട്ട് അവരത് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ശരിയായിട്ട് വരില്ല. ഞാൻ ആ കറിയൊക്കെ വെക്കുന്ന സമയത്തും അതിൻ്റെ കൂടെ വേറെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പം അതൊന്നും അവർക്ക് മനസ്സിലാവില്ല. അപ്പം ഇൻഗ്രീഡിയൻസ് മാത്രം നോക്കി ചെയ്തിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല. അങ്ങനെ ഇൻഗ്രീഡിയൻസും കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ കുറേ ആൾക്കാർ കാണുമെന്ന് പറയും. പക്ഷെ ഞാൻ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ആൾക്കാർ കണ്ടാലും കാണുന്ന ആൾക്കാർ അത് നന്നായിട്ട് ചെയ്യണമെന്നാണ്. ഇന്ന് കറിയാക്കാൻ വേണ്ടിയിട്ട് പരിപ്പ് വേവിച്ചെടുക്കുക. ഞാനിവിടെ 4 കൂട്ടം പരിപ്പും കൂടിയിട്ട് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഈ പരിപ്പ് നമുക്ക് കുക്കറിലേക്ക് ചേർക്കാം. ഈ പരിപ്പ് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർക്കാം. ഇത് മൂടി വെച്ചിട്ട് പരിപ്പ് വേവിച്ചെടുക്കുക. പരിപ്പ് വേവിച്ചെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് ഉപ്പ് ചേർക്കണ്ട. പരിപ്പ് നന്നായിട്ട് വെന്തിട്ട് ഇത് കറിയാക്കുന്ന സമയത്ത് ഇതിലേക്ക് ഉപ്പ് ചേർക്കാം. ഇത് മൂടി വയ്ക്കാം. ഈ കുക്കറിൽ നിന്ന് ഒരു വിസിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 15 മിനിറ്റ് വേവിച്ചാൽ മതി. വൈകും പരിപ്പ് നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടും. കുക്കറിൽ നിന്ന് ഒരു വിസിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 15 മിനിറ്റ് വേവിക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് നമുക്ക് കറിയാക്കാം. ഇത് കറിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കാം. ഈ ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ഈ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് കടുകിട്ട് പൊട്ടിക്കാം. അപ്പോൾ കടുക് പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഉണക്കമുളക് ചേർക്കാം. ഉണക്കമുളക് ചേർക്കുമ്പോൾ പതുക്കൊന്ന് ചെറുതാക്കിയിട്ട് ചേർക്കാം. ഈ ഉണക്കമുളക് ഇതിനകത്ത് കിടന്നിട്ടൊന്ന് മൊരിയണം. അത് കഴിഞ്ഞിട്ട് വേണം ജീരകം ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉണക്കമുളക് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് ജീരകം ചേർക്കാം. ജീരകം നല്ല ചൂടായി വെളിച്ചെണ്ണയിലേക്ക് ഇട്ട വഴിക്കാനും മൊരിയും. ഇപ്പോൾ ജീരകം നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് സവോള ചേർക്കാം, വെളുത്തുള്ളി ചേർക്കാം, പച്ചമുളക് ചേർക്കാം, ഇഞ്ചി ചേർക്കാം. നന്നായിട്ട് മൊരിയേണ്ട ആവശ്യമില്ല. സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വളർന്നാൽ മതി. ഇതിലേക്ക് നമ്മൾ ജീരകവും ഉണക്കമുളകൊക്കെ ചേർക്കുമ്പോൾ ഇതൊന്നും കരിഞ്ഞു പോകാണ്ട് നോക്കണം. ഉണക്കമുളകും ജീരകമൊക്കെ നമ്മൾ നല്ല ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ അത് മൊരിയും. ഇതൊക്കെ കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറിയുടെ ടേസ്റ്റ് മാറിപ്പോവും. ഇപ്പോൾ ഇത് നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഞാൻ ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നത്.
മഞ്ഞൾപ്പൊടി ഇനി അത് കിടന്ന് നന്നായിട്ട് മൊരിയണം. ആ മഞ്ഞളുടെ ആ പച്ചക്കുത്ത് മാറണം. അപ്പോൾ മഞ്ഞൾപ്പൊടി നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർക്കാം. തക്കാളിയിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഈ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വെച്ചിട്ട് ഈ തക്കാളി വേവിക്കാം. ഈ തക്കാളി നന്നായിട്ട് വെന്ത് തക്കാളി നന്നായിട്ട് ഉടയണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വയ്ക്കുക. തക്കാളി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചേക്കണ പരിപ്പ് ചേർക്കുക. നമ്മുടെ കറിക്ക് എന്തോരം ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർക്കാം. തീ നന്നായിട്ട് കൂട്ടി വയ്ക്കുക. ഈ കറിയിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. കുറച്ച് മല്ലിയില ചേർക്കുക. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ കറിയിലേക്ക് ഞാൻ മുളകിൻ്റെ പൊടി ചേർക്കാതിരുന്നത് ഈ സാമ്പാർ പൊടിക്ക് അത്യാവശ്യം നല്ല എരിവുണ്ടാവും. പിന്നെ നമ്മൾ മുളകിന് വേണ്ടിയിട്ട് പച്ചമുളകും ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ സെപ്പറേറ്റ് മുളകിൻ്റെ പൊടി ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് നമുക്ക് സാമ്പാർ പൊടി ചേർക്കാം. ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി ചേർക്കാം. ഏറ്റവും അത് 2 ടേബിൾ സ്പൂൺ ചേർക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ടേസ്റ്റ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. ഇനി മൂടി വെച്ചിട്ട് ഈ കറി നന്നായിട്ടൊന്ന് തിളപ്പിക്കാം. ഈ കറി നന്നായിട്ട് തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിലേക്ക് വാളംപുളിയുടെ വെള്ളം ചേർക്കാം. അത് മൂടി വയ്ക്കാം. ഇപ്പോൾ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വാളംപുളിയുടെ വെള്ളം ചേർക്കാം. അപ്പോൾ നമ്മുടെ കറിയുടെ പുളിക്കനുസരിച്ച് ചേർക്കാം. ആദ്യം കുറച്ച് ചേർക്കാം. അത് കഴിഞ്ഞിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ രണ്ടാമതും ചേർക്കാം. അപ്പോൾ തക്കാളി മാത്രം ചേർത്തിട്ടുണ്ടെങ്കിൽ കറിക്ക് അത്രയ്ക്ക് പുളിരസം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് വാളംപുളിയുടെ വെള്ളം കൂടിയും ചേർക്കുന്നത്. ഇതുകൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ ആ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ ചേർക്കാം. ഈ കറിയുടെ ടേസ്റ്റ് നോക്കിയിട്ട് വാളംപുളിയുടെ വെള്ളമോ അല്ലെങ്കിൽ സാമ്പാറിൻ്റെ പൊടി വേണമെന്നുണ്ടെങ്കിൽ രണ്ടാമതും ചേർക്കാം. നമ്മുടെ പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടിയും ചേർക്കാം. നമ്മുടെ പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് ഇതൊന്ന് ഗാർണിഷ് ചെയ്യാം. ഇപ്പോൾ പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട്. ഈ കറി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ്. ഇത് സാധാരണ നമ്മൾ പരിപ്പ് കറി വെക്കുന്ന പോലെയല്ല. ഇനി 4 കൂട്ടം പരിപ്പും കൂടിയിട്ട് വെക്കുമ്പോൾ ആ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. പിന്നെ പരിപ്പ് കറി കഴിക്കുമ്പോൾ എപ്പോഴും ചൂടോടുകൂടി കഴിക്കണം. ചൂടാറിയിട്ടുണ്ടെങ്കിൽ ആ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല.